ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഭരണഘടനയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരുപാട് മുമ്പത്തെ ഒന്നും അല്ല, കുറച്ച് മുൻപായിട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ഭരണഘടനയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓൾറെഡി വേറൊരു വീഡിയോ നമ്മുടെ ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അത് പോയി കാണുക. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യണേ എന്നുള്ളത് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെപ്പോലെ വീട്ടിലിരുന്ന് പഠിക്കുന്ന ആൾക്കാർ, അതായത് കോച്ചിങ്ങിനൊന്നും പോവാതെ വീട്ടിലിരുന്ന് റാങ്ക് ഫയലും അതുപോലെ യൂട്യൂബും ടെലിഗ്രാമും മാത്രം നോക്കി പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണേ എന്നുള്ളത് ഒരുപാട് പേര് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും, കാരണം ഇപ്പോൾ ഇത് കുറച്ച് ആളുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് മുമ്പുള്ളതൊന്നും അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ ബി ആർ അംബേദ്കർ. ഓക്കെ, ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ 4 ഓപ്ഷൻസിൻ്റെയും എക്സ്പ്ലനേഷനൊക്കെ വരുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതെനിക്ക് അവൈലബിൾ ആവുന്ന ഒരു ടൈമിൽ ഞാൻ ഈ 4 ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയിട്ട് പോകാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് പഠിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പഠിക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, നവംബർ 26. നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 21A നമ്മളുടെ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയത്? ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2013 ഇന്ത്യൻ പാർലമെൻറ്റ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യയാണ്. അതായത് നമുക്കാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഉള്ളത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓക്കെ, അപ്പോൾ സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, 44-ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, ഈ ഭേദഗതിയിലോട് കൂടിയിട്ട് സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരു നിയമാവകാശമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 44-ാം ഭരണഘടന ഭേദഗതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏത് ഭാഗത്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, 4A മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓക്കെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതിലാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അനുച്ഛേദം 19. ഇതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായി നോക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഓക്കെ, റിട്ടുകൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ കണക്ട് ചെയ്യണമെന്നറിയോ? ബ്രിട്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ടാ എന്നുള്ളത് വരുന്നത് കണ്ടോ, അപ്പോൾ റിട്ട് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. റിട്ടുകൾ ബ്രിട്ടൻ ഇങ്ങനെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്രിട്ടൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1-നാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അപ്പോൾ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. മോത്തിലാൽ നെഹ്റു ആണ് ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ്? അപ്പോൾ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസമാണ് നമുക്ക് കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന ആളുടെ അറസ്റ്റ് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 3 മാസമാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത് ആരെയാണ്? ആൻസർ AKG ആണ് കേട്ടോ. AKG ആണ് കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 3 മാസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? അതായത് സഹകരണ സംഘങ്ങളിൽ യൂണിയനുകളോ അസോസിയേഷനുകളോ രൂപീകരിക്കാമെന്ന് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 97-ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വന്ന ടൈമിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ഓക്കെ, പക്ഷെ നിലവിലെ ആരാണ്? നിലവിൽ സഞ്ജീവ് ഖന്നയാണ് കേട്ടോ. സഞ്ജീവ് ഖന്നയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശനം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക, മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക. ഓക്കെ, അപ്പോൾ ഇതിൽ ചുമതലയിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അവകാശം ഹ്യൂമൻ റൈറ്റ്സിന് ഇല്ല. അപ്പോൾ ആൻസർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1, 3, 4 ആണ് ശരിയെന്ന് പറയുന്നത്. 2 ശരിയല്ല. കാരണം എന്താണ്? വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കാര്യമില്ല. ഓക്കെ, അതായത് വിവരാവകാശ നിയമം ആവശ്യപ്പെടുന്ന സമയത്ത് അങ്ങനെ ഇന്ന ഭാഷയിൽ കൊടുക്കണം എന്നുള്ള റൂള് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ആണ് ശരി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിശ്വാസ് മേത്ത. ഓക്കെ, വിശ്വാസ് മേത്തയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം നോക്കണം. ഇത് 2023 ചോദിച്ചപ്പോഴുള്ള ആൻസറാണ് വിശ്വാസ് മേത്ത എന്ന് പറയുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് വി ഹരി നായരാണ്. ഓക്കെ, വി ഹരി നായരാണ്. ഇത് ആ ടൈമിൽ ഒരു കറണ്ട് അഫെയറും കൂടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമിൽ അത് തിരുത്തിയിട്ട് പഠിക്കുക കേട്ടോ. കാരണം എല്ലായ്പ്പോഴും ഒരേ ആൾ തന്നെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറയുന്ന ആരാണ്? വി ഹരി നായരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ പതാകയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറമുള്ളത് 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. പിംഗലി വെങ്കയ്യാണ് രൂപകൽപ്പന ചെയ്തത്. അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. അല്ല, അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയഗാനം അംഗീകരിച്ചത് എപ്പോഴാണ്? ഇന്ത്യൻ ദേശീയഗാനം അംഗീകരിച്ചത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1950 ജനുവരി 24. ഓക്കെ, 1950 ജനുവരി 24 ദേശീയഗാനം അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത്. സ്ഥിരാധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിര അധ്യക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനമെന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? പൈതൃക മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആനയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2005. ഓക്കെ, 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 42ാം ഭേദഗതി അനുസരിച്ചാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത് ഏതല്ല? മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങൾ ഉണ്ട്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ, അതായത് 2ഉം 3ഉം. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങൾ ഉണ്ട്. ഈ 2 തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോഴത്തെ ആൻസർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതായത് കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ അധികാരം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കമ്മീഷൻ അധികാരം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, കമ്മീഷൻ അധികാരം ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? അതായത് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഏതാണ് ആ അവകാശം? ഓക്കെ, അതായത് മൗലിക അവകാശങ്ങളുടെ ഭാഗത്തിൽ ഉൾപ്പെടുത്താത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓക്കെ, അപ്പോൾ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് ഈ നിയമം എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് 86ാം ഭേദഗതി. ഓക്കെ, 86ാം ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി മാറ്റിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഓക്കെ, ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സ്വത്തവകാശം. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, സ്വത്തവകാശമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതു വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന
ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? അപ്പോൾ ഏത് ഭരണഘടനയുടെ വകുപ്പിനെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 32ാം വകുപ്പ്. 32ാം വകുപ്പാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2005. ഓക്കെ, 2005 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ഓക്കെ, അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1888 എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് നോവലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഏത് നോവലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആനന്ദമഠമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് എഴുതിയത് ആരാണെന്ന് ചോദിക്കാം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതുപോലെ ഏത് ഭാഷയിലാണെന്ന് ചോദിക്കാം, ബംഗാളി നോവലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ 2-3 ക്വസ്റ്റ്യൻസ് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ആനന്ദമഠമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയഗാനം പാടി തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? അതായത് ഇന്ത്യയുടെ ദേശീയഗാനം പാടി തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം 52 സെക്കൻഡാണ്. അതായത് ഓപ്ഷൻ എ 52 സെക്കൻഡാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓക്കെ, അപ്പോൾ ഏത് ഭേദഗതി അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 42ാം ഭേദഗതി. ഓക്കെ, 42ാം ഭേദഗതിയാണ് ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത് എന്ന്? അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1950 ജനുവരി 24. ഓക്കെ, ജനുവരി 24 അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ജനഗണമന രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ന്യായവാദാർഹമല്ല, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്, ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു, സാംസ്കാരികവും വിദ്യാഭ്യാസവുപരമായ അവകാശം മൗലിക അവകാശമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് 2ഉം 4ഉം ആണ് കേട്ടോ. അതായത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇതിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാഡം ഭിക്കാജി കാമ. ഓക്കെ, മാഡം ഭിക്കാജി കാമയാണ് ഉയർത്തിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ഓക്കെ, സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻസ് നോക്കാം നമുക്ക് ആദ്യം. പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, അവകാശങ്ങൾ സംരക്ഷിക്കുക, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, വജാഹത്ത് ഹബീബുള്ള. ഓക്കെ, വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? വന്ദേ മാതരം എടുത്ത കൃതി ഏതാണ്? നമ്മൾ അപ്പോഴേ ഈ ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു അല്ലേ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആനന്ദമഠത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 16ാം വകുപ്പ്. ഓക്കെ, അവസര സമത്വം ഉൾക്കൊള്ളുന്നത് 16ാം വകുപ്പിലാണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മണിപ്പൂരാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. ഓക്കെ, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? അപ്പോൾ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അതിന് അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പാർലമെൻറ്റിനാണ് അധികാരം ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ഓക്കെ, അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാമാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് സുഷമ സിംഗും അതുപോലെ തന്നെ ദീപക് സന്ധുവുമാണ് വ്യക്തികളെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി ഏത്? അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്, അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്വത്തവകാശം, നിയമപരമായ അവകാശം, ബഹുമതികൾ റദ്ദാക്കൽ, മൗലിക അവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് എല്ലാം തന്നെ ശരിയാണ്. ഓക്കെ, മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്നത് വിവരാവകാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു നിയമപരമായ അവകാശമാണ്. ബഹുമതികൾ റദ്ദാക്കൽ എന്ന് പറയുന്നത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4Aയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഏവ? ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം 3ഉം മാത്രമാണ് ശരിയായത്, അതായത് 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാകയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? തിരശ്ചീനമായ മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ്, അതായത് മില്ലിമീറ്ററിൽ 3600 × 2400 ആണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് 1, 2, 4 1, 2, 4 എന്നിവയാണ് ശരി. 3 ശരിയല്ല, അതായത് നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് 3600 × 2400 ആണ് എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഓക്കെ, ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. 26 ജനുവരി 1950 ആണ് ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലായുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 3ഉം 4ഉം തെറ്റാണ്. ഓക്കെ, അതായത് 1ഉം 3ഉം 4ഉം എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പുതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുന്നു. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 3ഉം 4ഉം മാത്രമാണ് ഉൾപ്പെടാത്തവ, അതായത് തുല്യമായ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യമായ വേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഇതിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പ്രസ്താവന ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിക്ക് മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓക്കെ, ഓപ്ഷൻസ് നമുക്ക് വായിച്ചു നോക്കാം. 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഒന്ന് മാത്രം, അതായത് 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത് ന്യായവാദാർഹമായത് സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് 1, 3, 4 ആണ്. ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ന്യായവാദാർഹമാണ്, സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടു എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42-ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഓക്കെ, 42-ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സോഷ്യലിസമാണ് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടെ നിയമിക്കാൻ കഴിയും? ഓക്കെ, അപ്പോൾ എത്ര പേരെ കൂടെ നിയമിക്കാനായിട്ട് കഴിയും? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 10 ആൻസർ എന്ന് പറയുന്നത്. 10 പേരെ കൂടെ നിയമിക്കാനായിട്ട് കഴിയും. ഓക്കെ, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓക്കെ, അപ്പോൾ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്നുള്ളത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കൈലാഷ് സത്യാർത്ഥിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ റുപ്പീസ് എന്നുള്ള ഈ ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത് എന്ന്? അപ്പോൾ നമ്മുടെ ഈ രൂപയുടെ ഈ ഒരു ചിഹ്നം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, 2010 ജൂലൈ 15. ഓക്കെ, 2010 ജൂലൈ 15-നാണ് ഇന്ത്യ ഗവൺമെൻറ് രൂപയുടെ ഈ ഒരു ചിഹ്നം ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്? ഓക്കെ, മൗലിക കടമകൾ എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓക്കെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? അത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 2005-ലെ വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. 2005 ഒക്ടോബർ 24-ന് നിലവിൽ വന്നു. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം മാത്രം. അതായത് ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. 2005 ഒക്ടോബർ 24-ന് നിലവിൽ വന്നു. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? ഓക്കെ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മഹാരാഷ്ട്ര. ഓക്കെ, മഹാരാഷ്ട്രയിലാണിത് നിലനിൽക്കുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമ്മുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ അനുച്ഛേദം 21A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ വന്ന ടൈമിൽ ഓപ്ഷൻ എ ആയിരുന്നു, അരുൺകുമാർ മിശ്രയായിരുന്നു. ഇപ്പോഴത്തെ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ അധ്യക്ഷനെന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓക്കെ, ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ഓക്കെ, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2005. 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് ഭാഗത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3. ഓക്കെ, 3ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ട്? ഓക്കെ, അശോക ചക്രത്തിൻ്റെ അരക്കാലുകളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, 24. ഓക്കെ, അപ്പോൾ 24 അരക്കാലുകളാണ് അശോക ചക്രത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഇത് ചോദിച്ച സമയത്ത് ഓപ്ഷൻ ഡി ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ഇപ്പോഴത്തെ എന്ന് പറയുന്നത് രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പിംഗലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്വത്തവകാശം. ഓക്കെ, സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ, കാരണം ഇതൊരു പാർട്ട് 1 ആയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കാരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ 2023-24 ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്